ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റൂ ആണ്. ഒരു 25 ആൾ കഴിക്കാവുന്ന മട്ടൺ സ്റ്റൂ നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടിയിലെ മട്ടൻ മേടിച്ചിട്ടുണ്ട്. നമ്മൾ കിഴങ്ങ് ഇട്ടിട്ടാണ് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലാണ്, ഫുൾ തേങ്ങാപ്പാൽ, അതുപോലെ അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മറക്കരുത്, നമ്മുടെ ചാനലിൻ്റെ കാര്യം മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഫുഡ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അത് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചേലക്കര മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ സ്ഥിരം എടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സാധനം എടുക്കുന്നത്, മട്ടൺ എടുക്കുന്നത്. അരിഞ്ഞിട്ട് മേടിച്ചില്ല, ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് അരിയാണ് ചെയ്തത്. അവിടെ തിരക്ക് കയറുണ്ട്, പിന്നെ അത് അവിടുത്തെ കട്ട് ചെയ്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി കട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് വീട്ടിൽ വന്ന് കട്ട് ചെയ്യുകയാണ്. വീടിൻ്റെ അടുത്ത് തന്നെ നമ്മളിത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ വെള്ളച്ചാട്ടമുണ്ട്, അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. മഴക്കാലത്ത് എല്ലാ ആൾക്കാരും വരണം കേട്ടോ. നല്ല സീനറിയുള്ള സ്ഥലമാണ് മണ്ണാത്തിപ്പാറ, ചേലക്കര തോന്നൂർക്കര മണ്ണാത്തിപ്പാറ. നല്ലോണം കഴുകിയെടുക്കുക. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഒരു 4-5 വട്ടം കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാരിയെടുക്കാം. ഇത് സല്ലറി കേട്ടോ, ഫ്രൈഡ് റൈസിൽ ചേർത്തുന്ന ഐറ്റമാണിത്, സല്ലറിയാണിത്. വീട്ടിൽ നിന്ന് നമ്മൾ താഴത്തിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ട് താഴത്തോട്ടോ, അത് വീടിൻ്റെ തൊട്ട് താഴത്താണ് മണ്ണാത്തിപ്പാറ സെൻറ്റർ. നമുക്ക് അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമുക്ക് മട്ടനൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പച്ചമുളക് നീളണം അരിഞ്ഞിട്ട്, അതുപോലെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. എല്ലാം നീളണം അരിക്കണം കേട്ടോ. ഇഞ്ചി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്കത് മൂടി വെച്ച് ഒരു 2 വിസിൽ അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കണ്ടോ നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടോ. മഴ നല്ലോണം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വരണം കേട്ടോ. നല്ല ഇതിൻ്റെ മുകളിൽ ഫോറസ്റ്റിൽ കുറേ കാണാനുണ്ട്. അവിടെ ചെറിയൊരു ഡാമുണ്ട്, ചെക്ക് ഡാം. അവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട്. വിസിൽ വന്നു കേട്ടോ. ഇനി നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. ഉരുളി വെച്ചിട്ട് ഇനി അടുത്ത കിഴങ്ങിട്ട് വേവിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഓവറായിട്ട് എണ്ണയൊന്നും വേണ്ട. എന്ന് വെച്ചാൽ മട്ടണിൽ തന്നെ ഒരു കുഴപ്പമുണ്ടല്ലോ. ആ എണ്ണയിലേക്ക് നമ്മൾ കിഴങ്ങ് ഇട്ടു കേട്ടോ. നമ്മളത് 3 കിലോ മട്ടനാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാലാണ്, സെക്കൻഡ് പാലാണ്, അതിലാണ് നമ്മൾ വെച്ചുണ്ടാക്കുന്നത് കേട്ടോ. അത് ഈ കിഴങ്ങൊക്കെ അതിലാണ് വേവിച്ചെടുക്കുന്നത്. സെക്കൻഡ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ എടുത്തേക്കണ അതിൽ 3 തേങ്ങയാണ്. കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്, അതുപോലെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില. ഇനി ആ കിഴങ്ങൊന്ന് വേണമായിരിക്കും, നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ഏകദേശം വെന്തു കേട്ടോ, കിഴങ്ങ് വെന്തു. ഇനി അതിൽ സബോള ഇടാം നമുക്ക്. സബോള കുറച്ച് വലിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിൽ മട്ടൺ വെന്തത് നമുക്കതിൽ ആഡ് ചെയ്യാം. ഒരു 25 ആൾക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. അത് അതിൻ്റെ ഗ്രേവി നമുക്ക് പാലപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഏറ്റവും നല്ലത് മട്ടണും പാലപ്പത്തിനാണ് നല്ലത്. അതുപോലെ വെള്ളയപ്പം, പത്തിരി, അതിനൊക്കെ കഴിക്കാൻ നല്ല മാതിരിയാണ്. ഒന്ന് തിളച്ച് അടച്ച് വയ്ക്കാം. അപ്പം ഒന്ന് കുറച്ചും കൂടി തിക്കായിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന്. നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ. അത് വെയിറ്റ് ചെയ്യാണ്.
ആ വെള്ളം ചാടുന്നത് എനിക്കൊരു പ്രത്യേക രസമുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഗ്ലാസ് പോലെ തോന്നിക്കും നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ലെയർ കാണുന്നത് കണ്ടോ. നമുക്ക് മട്ടൺ ഒന്ന് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്. നമ്മുടെ അവിടുത്തെ ഒരു അഴുക്കുമില്ല. കാരണം ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഒന്ന് ഉപ്പൊക്കെ നോക്കണം, ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലടാ? കുറച്ച് ഉപ്പ് വേണം, കുറച്ചുകൂടി കുരുമുളക് കൂടി ചേർക്കാം കേട്ടോ. കുറച്ച് വേറെ മുളകൊന്നും ഉണ്ടായിരുന്നില്ല, കുരുമുളകാണ് മെയിനായിട്ട് നമ്മൾ ഇടുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു എരിവും കൂടി അത് കിട്ടും. ഓവറായിട്ട് എരിവ് ഉണ്ടല്ലോ ഇഷ്ടത്തിന്. മട്ടനും വെന്തു, കിഴങ്ങ് വെന്തു. കുരുമുളക് ഇടുന്നുണ്ട്. കുറച്ച് എരിവ് കുറവുണ്ടെന്ന് കണ്ണം പറയില്ല, കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് നമുക്കതിൽ അത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ. കൂടുതലും അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടേസ്റ്റിന് വേണ്ടി ചേർക്കുക. ഇനി നല്ലോണം ഇളക്കിയിട്ട് നമുക്കതിൽ ഫസ്റ്റ് പാൽ ഒഴിക്കണം. ഇനി ഫസ്റ്റ് പാലാണ് ഒഴിക്കുന്നത്. ഇനി അധികം തിളക്കരുത്. ഇനി പെട്ടെന്ന് നമുക്ക് ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇറക്കി വയ്ക്കണം. ഫസ്റ്റ് പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുറച്ച് ഫ്രഷ്, ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരനെ തൊട്ട് മുകളിലെ വളപ്പിൽ തന്നെ, കൂട്ടുകാരൻ്റെ വളപ്പിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന കറിവേപ്പിലാണ് ഇതൊക്കെ. അപ്പോൾ മട്ടൺ സ്റ്റൂ റെഡിയായി. സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ് നമുക്ക് വെള്ളമൊക്കെ വറ്റി സെറ്റായി കുറച്ച് ഉപ്പിട്ടതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.